നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇത് സൈബർ സ്പേസ് എന്നുള്ള ലെസണിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കുറേ അധികം കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈബർ സ്പേസ് എന്നുള്ള ലെസൺ കുറച്ച് ടഫാണെന്നുള്ള കാര്യം. ആക്ച്വലി നമ്മൾ വിചാരിക്കും പോലെ അത്ര ടഫായിട്ടുള്ളൊരു ലെസണൊന്നും അല്ല ഇത്. നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ലെസൺ വളരെ ഈസിയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ലെസണിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ജനറലായിട്ടും ചോദിക്കാം, ഈ ലെസണിനെ ബേസ് ചെയ്തിട്ടും ചോദിക്കാം. അപ്പോൾ ജനറലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ +1, +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ നോട്ട്സും സമ്മറീസും ക്ലാസ്സസും ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. മാക്സിമം വളരെ സിമ്പിളാക്കി ഇംഗ്ലീഷ് പാടുള്ള കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ ഒരു ഭാഗമാകുക നിങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലി ഒരു ബിഗ് ഫാമിലിയാക്കി മാറ്റുക. അപ്പം ഇത്രയേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഒരു ഇത്തിരി ലെങ്തി ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ മാക്സിമം എക്സാമ്പിൾസൊക്കെ കുത്തി നിറച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് ക്ഷമയോട്ടിരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് സൈബർ സ്പേസ്? സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എല്ലാം സൈബർ സ്പേസിൻ്റെ ഭാഗമാണ്. എന്താണോ ആശയവിനിമയത്തിന് വേണ്ടി നമ്മളിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് അതൊക്കെ സൈബർ സ്പേസിൻ്റെ ഭാഗമാണ്. ചാറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതായിക്കോട്ടെ, നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ സ്മൈലി അയക്കുന്നതായിക്കോട്ടെ, ഒക്കെ സൈബർ സ്പേസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ സൈബർ സ്പേസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. The advent of the World Wide Web brought about a revolutionary change in the dissemination of information. So, വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWWൻ്റെ അറൈവലോട് കൂടി ഇൻഫോർമേഷൻസിൻ്റെ കേസിൽ ഒരു റെവല്യൂഷണറി ചേഞ്ചാണ് സംഭവിച്ചത്. നമ്മൾ കുറച്ച് കാലം മുൻപ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സമയം നോക്കുകയാണെങ്കിൽ, അവർക്ക് ഇൻഫോർമേഷൻസ് കിട്ടാൻ ഒന്നെങ്കിൽ അവർ ഇതുപോലുള്ള മാസ് മീഡിയാസിനെ ആശ്രയിക്കും. ഫോർ എക്സാമ്പിൾ റേഡിയോ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, ടെലിവിഷനൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് ന്യൂസ് പേപ്പേഴ്സിനെയും അതുപോലെ തന്നെ റേഡിയോയൊക്കെ ആണ് അവർ ആശ്രയിച്ചിരുന്നത്. അതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാനാണെങ്കിൽ അവർ ലെറ്ററിലൂടെ ഒക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ജോബ് ആപ്ലിക്കേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒക്കെ അവർ ലെറ്റേഴ്സിനെയും ടെലഗ്രാമിനെയും ഒക്കെയാണ് അവർ, സ്പീഡ് പോസ്റ്റിനെയും ഒക്കെ തന്നെയാണ് അവർ, സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് ടെലഗ്രാം ആയിരുന്നു. അപ്പം അവരതിനെയൊക്കെയാണ് ശരിക്കും ആശ്രയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ജനറേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ആ വെബ്സൈറ്റിലൊന്ന് കയറി വിസിറ്റ് ചെയ്താൽ മതി. അതേസമയം പണ്ടത്തെ ആൾക്കാർക്ക് ഈവൻ റിസൾട്ട് വന്നു, ഇപ്പം 10th റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കാം, നമുക്ക് നിമിഷ നേരം കൊണ്ട് വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ പണ്ടത്തെ ആൾക്കാരത് അറിയണമെങ്കിൽ റിസൾട്ട് വന്നു, പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിലാണ് അത് വരുന്നത്. അവർ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കും. പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിലൂടെ അവർ ജയിച്ചോ ഇല്ലയോ, അവർക്ക് എന്താണ് സ്കോർ എന്നറിയാനായിട്ട്, സ്കോർ പോലും അറിയാൻ പറ്റില്ല, അവർ ജയിച്ചോ തോറ്റോ ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് അവർക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് അവരുടെ സ്കോർ എന്താണെന്നും ഒക്കെ അവർ അറിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ പ്രത്യേകത, ഇൻഫർമേഷൻ ടെക്നോളജി നമ്മുടെ ഫിംഗർ ടിപ്സിലാണ്. നമുക്ക് ഏത് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഫിംഗർ ടിപ്സിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നതെന്ന് നിങ്ങൾക്ക് സഡനായിട്ട് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മാർക്സ് അറിയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സഡനായിട്ട് അറിയാൻ പറ്റും. പക്ഷേ അതൊന്നും അറിയാൻ പറ്റാതിരുന്നൊരു ജനറേഷനും ഉണ്ട്. അതുപോലെ ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ, ഈ ലോകത്തെ പറ്റി അറിയണമെങ്കിൽ അവർക്ക് വായിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, ലൈബ്രറീസ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, ബുക്സിൽ നിന്ന് കിട്ടുന്ന നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു കാലം അങ്ങനെയല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ പ്രിൻറ്റഡ് സ്പേസ് ടു ദ സൈബർ സ്പേസ് ടുക്ക് പ്ലേസ്. അപ്പോൾ പ്രിൻറ്റഡ് സ്പേസിൽ നിന്നും സൈബർ സ്പേസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. പ്രിൻറ്റഡ് മെറ്റീരിയൽസിൽ നിന്നും സൈബർ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇറ്റ് റീഡിഫൈൻ ദ സ്പേഷ്യൽ ഡയമെൻഷൻസ് ഓഫ് അവർ യൂണിവേഴ്സ്. സോ സ്പേഷ്യൽ മീൻസ് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു
എന്താണ് ആ ഒരു സ്പേസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറ്റി എടുക്കാൻ ഇത് സാധിച്ചു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്പേസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഇപ്പം ഒരറിവ് കിട്ടണമെങ്കിൽ സഡൻ ആയിട്ടുള്ളൊരു അറിവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരു മരണം, ആ മരണം പെട്ടെന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ടെലഗ്രാമിലൂടെയാണ് അറിയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഒരു കോൾ മതി, ഒരു മെയിൽ, നിമിഷ നേരം കൊണ്ട് കോളിനേക്കാളും സ്പീഡിലൊരു മെയിൽ അയച്ചാൽ പോകില്ല, സെക്കൻഡ്സ് കൊണ്ട് എന്താണ് കിട്ടുന്ന ആ ഡെസ്റ്റിനേഷനിൽ അത് എത്തിച്ചേരും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലെസണിലൂടെ പറയുന്നത്. അപ്പം പല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ എക്സാമ്പിളിലൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതാണ് ഈ ഒരു ലെസൻ്റെ പ്രത്യേകത. ഓക്കെ, സോ സൈബർ സ്പേസ് വിച്ച് ഇസ് റിട്ടൺ ബൈ എസ്തർ ഡൈസൺ. Something in the modern psyche loves frontiers. So psyche means mind. അപ്പോൾ പുതിയ മൈൻഡിന് അതിരുകൾ അല്ലെങ്കിൽ എന്താണ് പുതിയ അതിർത്തികൾ, പുതിയ നോളജുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, സംതിങ് ഇൻ ദ മോഡേൺ സൈക്കി എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സ്. അപ്പോൾ പുതിയ തലമുറയാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ പുതിയ ജനറേഷനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സംതിങ് ഇൻ ദ മോഡേൺ സൈക്കി ലവ്സ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്. പുതിയ അതിർത്തികളിലെ പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ ആരിലുണ്ടെന്ന് പറയുന്നു? ന്യൂ ജനറേഷനിൽ ഉണ്ട്. വി ഹാങ്കർ ആഫ്റ്റർ വൈഡ് ഓപ്പൺ സ്പേസസ്. വി ലൈക്ക് ടു എക്സ്പ്ലോർ. വി ലൈക്ക് ടു മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദം. അപ്പം നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഇഷ്ടമാണ്. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ റൂൾസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം, അല്ലാതെ ഫോളോ ചെയ്യാനല്ല. മറ്റാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനല്ല ന്യൂ ജനറേഷൻ ഇഷ്ടം. അവരുടേതായ റൂൾസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. However, is there a place where you can go and be yourself without worrying about the neighbors? So, ഈ ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ? അതായത് നിങ്ങൾക്ക് എളുപ്പം പോകാൻ പറ്റും, where you can go and be yourself. നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് നിങ്ങളുടെ എല്ലാ നെഗറ്റീവ്സും നിങ്ങളുടെ എല്ലാ പോസിറ്റീവ്സോടും കൂടി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്പേസ് ഉണ്ടോ, ഈ ഭൂമിയിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിതൗട്ട് വറിയിങ് അബൌട്ട് നെയ്ബേഴ്സ്. മറ്റുള്ളവരെ പറ്റിയിട്ട് ചിന്തിക്കാതെ നിങ്ങളായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ലോകത്ത് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും ഇപ്പം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റേതായ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൊസൈറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിക്കോട്ടെ പാലിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലേ? പക്ഷേ എൻ്റെ ഒരു റിയൽ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. എങ്കിലും ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഒരു ടീച്ചറാണ്, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. എനിക്ക് മടിയുണ്ടെങ്കിലും നിങ്ങളെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മടി മാറ്റാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ വേണം സംസാരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളായി തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ വേൾഡിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ദർ ഇസ് എ പ്ലേസ്, സൈബർ സ്പേസ്. സോ ഒരു പ്ലേസ് ഉണ്ട്, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളായി തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു പ്ലേസ് ഉണ്ട്. അതാണ് സൈബർ സ്പേസ്. അതായത് നിങ്ങൾ ഈ മറ്റുള്ളവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനൊരു സ്ഥലമാണ് സൈബർ സ്പേസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കുറേ ചിന്തിക്കും, അവരത് വല്ലതും പറയോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മുടെ സൊസൈറ്റി നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം സൈബർ സ്പേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിയൽ ക്യാരക്ടർ അവിടെ കാണിക്കാം. കാരണം നിങ്ങളുടെ ഫേസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയോ അവിടെ റിവീൽ ചെയ്യപ്പെടുന്നില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ചാറ്റ് റൂംസൊക്കെ ഉള്ളത്. കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, മോശമല്ലാത്തത് എന്തും. ഓക്കെ, അവിടെ നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നോ അറിയുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സൈബർ സ്പേസിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. ഫോമർലി എ പ്ലേ ഗ്രൗണ്ട് ഫോർ കമ്പ്യൂട്ടർ nerds ആൻഡ് ടെക്കീസ്, സൈബർ സ്പേസ് നൗ എംബ്രൈസസ് എവറി കൺസീവബിൾ കൺസിസ്റ്റൻസി ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ. സോ ഫോമർലി, നേരത്തെ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ആരുടെ മാത്രം ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു? കമ്പ്യൂട്ടർ നേർഡ്സിൻ്റെയും
ടെക്കീസിൻ്റെയും, അതായത് കമ്പ്യൂട്ടറുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുടെയും, അതായത് ഇതിലെ ജോലിയുള്ള ആൾക്കാരുടെയും ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്നവരുടെയും മാത്രം ഒരു സ്പേസ് ആയിരുന്നു സൈബർ സ്പേസ്. സോ നേർഡ്സ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നിക്കൽ സബ്ജക്ട്സിനെയാണ് നേർഡ്സ് എന്ന് പറയുക. അതായത് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന പ്രൊഫഷണൽസിനും ടെക്കീസിനും മാത്രമുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു സൈബർ സ്പേസ് എങ്കിൽ സൈബർ സ്പേസ് നൗ എംബ്രൈസസ് എവറി കൺസീവബിൾ കോൺസ്റ്റിറ്റ്യുവൻസി. ഓക്കെ, പക്ഷേ ഒരു കാലത്ത് സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഈ ടെക്കീസിൻ്റെ മാത്രം ലോകമായിരുന്നെങ്കിൽ ഇന്ന് അത് എല്ലാവർക്കും ഉള്ളതാണ്. കൺസീവബിൾ കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, വിച്ച് മീൻസ് സങ്കല്പിക്കാവുന്ന, അതായത് ആർക്ക് വേണമെങ്കിലും സങ്കല്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. കൺസീവബിൾ കോൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറയത്തില്ലേ നിയോജക മണ്ഡലം എന്നൊക്കെ പറയില്ലേ, അതായത് നിയോജക മണ്ഡലം ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് മണ്ഡലം എന്നാണ് ഇതിൻ്റെ മീനിങ്. നിയോജക മണ്ഡലം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറില്ലേ, ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇന്ന ആൾ ഇലക്ഷന് നിൽക്കുന്നതെന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ കൺസീവബിൾ കോൺസ്റ്റിറ്റ്യുവൻസി മീൻസ് ആർക്കും സങ്കല്പിക്കാവുന്ന ഒരു മണ്ഡലമായിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് സൈബർ സ്പേസ് മാറിക്കഴിഞ്ഞു, ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ. ഈവൻ സ്കൂൾ ചിൽഡ്രന് പോലും അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലാതെ ടെക്കീസിനോ നേർഡ്സിനോ മാത്രമല്ല. ക്യാൻ ദേ ഓൾ ഗെറ്റ് അലോങ് അമിക്കബിളി ഇൻ ദ സൈബർ വേൾഡ്? സോ എല്ലാവർക്കും ഒരേപോലെ തന്നെ, അമിക്കബിൾ മീൻസ് ഫ്രണ്ട്ലി എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സൈബർ വേൾഡ് ഒരേപോലെ ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? ഓർ വിൽ അവർ ഫിയർ ഓഫ് കിഡ്സ് മിസ്യൂസിങ് ദ സൈബർ സ്പേസ് പ്രൊവോക്ക് എ ക്രാക്ക് ഡൗൺ? അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിയർ ഉണ്ടല്ലോ, അതായത് കുട്ടികളിത് ഉപയോഗിക്കുമ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമോ, അതല്ലെങ്കിൽ കുട്ടികളിത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്നുള്ളൊരു പേടി കൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുമോ എന്നാണ് റൈറ്റർ ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സൈബർ സ്പേസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മെറിറ്റ്സ്, എന്താണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ്, അത് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The first order of the business is to grasp what cyberspace is. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സൈബർ സ്പേസ് എന്നത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എസ്സേയിൽ ആദ്യം അദ്ദേഹം ഡീൽ ചെയ്യുന്നത് സൈബർ സ്പേസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ടു ലീവ് ബിഹൈൻഡ് മെറ്റഫേഴ്സ് ഓഫ് ഹൈവേസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് ആൻഡ് ടു തിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈവേയുടെയോ അല്ലെങ്കിൽ ഫ്രോണ്ടിയറിൻ്റെയോ അതിർത്തികളുടെയോ എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ വിലയിരുത്താതെ നമുക്കൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ വെച്ചിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാറില്ലേ ഇന്ന ആൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് മീൻസ് ഭൂമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം. റിയൽ എസ്റ്റേറ്റ്, റിമെമ്പർ, ഈസ് എൻ ഇൻ്റലക്ച്വൽ ലീഗൽ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് ലാൻഡ്. അപ്പോൾ ഒരു ലാൻഡിൻ്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ, ലീഗൽ, ഇൻ്റലക്ച്വലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ശരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഭൂമിക്ക് മുകളിൽ നമ്മളായിട്ട് മനുഷ്യരായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മറ്റൊരു പരിസ്ഥിതി, അതിനെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെക്കഗ്നൈസസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർക്ക് ലാൻഡ് ആൻഡ് ഷോപ്പിംഗ് മാൾ, ബിറ്റ്വീൻ റെഡ് ലൈറ്റ് സോൺ ആൻഡ് സ്കൂൾ ഡിസ്ട്രിക്ട്, ബിറ്റ്വീൻ ചേർച്ച്, സ്റ്റേറ്റ് ആൻഡ് ഡ്രഗ് സ്റ്റോർ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അതായത് ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സോണും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളും തമ്മിലുള്ള ഡിഫറൻസ്, അതല്ലെങ്കിൽ റെഡ് ലൈറ്റ് സോണും സ്കൂൾ ഡിസ്ട്രിക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നമ്മളൊരു വസ്തു വിൽക്കാൻ നേരം നമ്മൾ പറയില്ലേ ഇത് സ്കൂളിനടുത്താണ്, അല്ലെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനടുത്താണ്, അല്ലെങ്കിൽ ഈ വസ്തു ഞങ്ങൾ ഷോപ്പിംഗ് മാളിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഓരോ വസ്തുവിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തി. ചിലർ ഇപ്പോൾ ഒരു വസ്തു വാങ്ങുമ്പോൾ അവർ പറയും സ്കൂളിനടുത്താണെങ്കിലും മതി, ബിക്കോസ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അങ്ങനെ ഓരോ സംഭവങ്ങളെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ വസ്തുവിൻ്റെ ഡിമാൻഡ് വരിക. അതുപോലെ തന്നെ ചിലയിടത്ത് എന്താണ് ചർച്ചിനടുത്ത് അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റോർ, വിച്ച് മീൻസ് മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം, അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ ഓരോ രീതിയിലാണ് അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആ സ്ഥലത്തിന് ഡിമാൻഡ് കൂടുന്നത്. ഇൻ ദ സെയിം way, you could think of cyberspace as a giant and unbounded world of virtual real estate. അതുപോലെ തന്നെ നമുക്ക് സൈബർ സ്പേസിനെയും ഒരു വലിയ ജെയിൻ്റ് ആയിട്ടുള്ള അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ റിയൽ എസ്റ്റേറ്റ്, അതായത് വിർച്വൽ ഇൻ ദ സെൻസ് നമ്മൾ കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് അതിനെയും കണക്ക് കൂട്ടാം. അതായത് ഓരോ കാര്യത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിമാൻഡ്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ,
സം പ്രോപ്പർട്ടീസ് പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് റെൻറ്റഡ് ഔട്ട്. അപ്പോൾ ചില പ്രോപ്പർട്ടീസ് പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. അതായത് നമ്മൾ ചില സൈറ്റിലേക്ക് കയറാൻ നേരം അവർ പറയില്ലേ ഇത്രയും രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. ബിക്കോസ് ദേ ആർ പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് റെൻറ്റഡ് ഔട്ട്. അതർ പ്രോപ്പർട്ടീസ് കോമൺ ലാൻഡ്. പക്ഷേ ചിലത് അങ്ങനെയൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയയിൽ കയറുമ്പോൾ നമ്മളോട് ക്യാഷ് ചോദിക്കാറില്ല, നമുക്ക് ജസ്റ്റ് കയറി കാര്യങ്ങൾ എടുക്കാമല്ലേ. അപ്പം ചിലത് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത വെബ്സൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ഫീൽഡാണ്. And some properties privately owned and rented out, other properties common land. Some places are suitable for children and others are best avoided by all but the oldest citizens. അപ്പോൾ ചില സ്പേസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണ്, കുട്ടികൾക്കും കയറാം. പക്ഷേ ചില സൈറ്റ്സിൽ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ചോദിക്കില്ലേ നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലുള്ള ആളാണോ, നിങ്ങൾ അഡൾട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. പല പല സൈറ്റ്സിന് പല പല രീതികളാണ്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ദോസ് പ്ലേസസ് ദാറ്റ് ആർ നൗ ക്യാപ്ചറിങ് ദ പോപ്പുലർ ഇമാജിനേഷൻ. പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള പ്ലേസസിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദേ മേക്ക് സൈബർ സ്പേസ് സൗണ്ട് ലൈക്ക് എ നാസ്റ്റി പ്ലേസ്. ഗുഡ് സിറ്റിസൺസ് ജംപ് ടു എ കൺക്ലൂഷൻ, ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകരുതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അവിടെ പോയാൽ എന്തായിരിക്കും എന്നറിയാനൊരു ആകാംക്ഷ തോന്നും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സെൻറ്റിനൽസ് എന്ന് പറഞ്ഞിട്ട് ആൻഡമാൻ നിക്കോബാറിലെ ഒരു ഐലൻഡിനെ പറ്റിയിട്ട്, ഐലൻഡിലെ നിവാസികളെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ പുറത്തുനിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പല ആൾക്കാരും അവിടെ എന്താ പോയാൽ അങ്ങനെ അങ്ങ് കൊല്ലാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആകാംക്ഷയാണ്, എന്തുകൊണ്ട് അവിടെ പോയാൽ എന്താണ്, അങ്ങനത്തെ ഒരു ആകാംക്ഷ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും. കയറരുത് എന്ന് പറയുന്നിടത്ത് നമുക്ക് കയറാനൊരു ആകാംക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ കയറാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ശരിക്കും സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു നാസ്റ്റി പ്ലേസ് ആണ്. അതായത് എല്ലാവർക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് അല്ല, വഴിതെറ്റി പോകുന്നൊരു സ്ഥലമാണ് ഈ സൈബർ സ്പേസ് എന്ന് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഗുഡ് സിറ്റിസൺസ് ജംപ് ടു എ കൺക്ലൂഷൻ. അതായത് സമൂഹത്തിലെ നല്ലവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുഡ് സിറ്റിസൺസ് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു, ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തു നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് മാൾ തിരഞ്ഞെടുക്കുന്ന ആൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, അവർക്ക് ഷോപ്പിംഗ് മാൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവർ വാങ്ങുന്നെങ്കിൽ അത് ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും, താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. അതേസമയം സ്കൂളിനും ഹോസ്പിറ്റലിനും ഒക്കെ അടുത്തൊരു വസ്തു വാങ്ങുമ്പോൾ അവർക്ക് താമസിക്കുക, യാത്ര ചെയ്യാനുള്ള സൗകര്യം കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സൈബർ സ്പേസിൻ്റെ കേസിലും ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഓക്കെ, കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന സ്ഥലമുണ്ട്, വലിയവർക്ക് കയറാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, പക്ഷേ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ കയറാനായിരിക്കും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ആണ് നമ്മുടെ ഗുഡ് സിറ്റിസൺസ് പറയുന്നത് സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു നാസ്റ്റി പ്ലേസ് ആണെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണമെന്നും നമ്മൾ അത് റെഗുലേറ്റ് ചെയ്യണം. കുട്ടികൾക്ക് കൂടുതൽ മിസ്യൂസിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാതെ അതിനെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂസിങ് സെൻസർഷിപ്പ് ടു കൗണ്ടർ ആൻഡ് സൈലൻസ് സൈബർ സ്പേസ് ഫണ്ടമെൻ്റലി മിസ്ഇൻറ്റർപ്രറ്റ്സ് ദ നേച്ചർ ഓഫ് സൈബർ സ്പേസ്. സോ സെൻസർഷിപ്പ് കൊണ്ടുവരിക, അതായത് കുറച്ച് ആൾക്കാർക്ക് അത് കാണാൻ പറ്റുള്ളൂ, മറ്റു ചിലർക്ക് കാണാൻ പറ്റില്ല, ആ രീതിയിലുള്ള സെൻസർഷിപ്പ് കൊണ്ടുവന്ന് സൈബർ സ്പേസിനെ സൈലൻസ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സൈബർ സ്പേസിൻ്റെ സ്വഭാവം തന്നെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ആയിപ്പോവും അത്. സൈബർ സ്പേസ് ഇസ് നോട്ട് എ ഫ്രോണ്ടിയർ. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു അതിർത്തിയല്ല. വെയർ വിക്കഡ് പീപ്പിൾ ക്യാൻ ഗ്രാബ് അൺസസ്പെക്ടിങ് ചിൽഡ്രൻ, നോർ is it a giant television system that can beam offensive messages at unwilling viewers. സോ സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തടഞ്ഞു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു അതിർത്തിയല്ല. കാരണം സൈബർ സ്പേസിൽ ഒരിക്കലും വിക്കഡ് പീപ്പിൾ കുട്ടികളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷണിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെലിവിഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന പോലെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത ഒഫൻസീവ് കണ്ടൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയോ ഒന്നുമില്ല. നമുക്ക് സൈബർ സ്പേസിലെ കേസിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതേസമയം ടെലിവിഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ആഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെലിവിഷൻ നിർത്തി വെക്കുക അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതേസമയം സൈബർ സ്പേസിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് പ്രത്യേകത.
In this kind of real estate, users have to choose where they visit, what they see, what they do. ഈ സൈബർ സ്പേസ് എന്നുള്ള റിയൽ എസ്റ്റേറ്റിൽ യൂസേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റും അവരെന്താണ് വിസിറ്റ് ചെയ്യേണ്ടത്, അവരെന്താണ് കാണേണ്ടത്, അതുപോലെ അവരെന്താണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ തന്നെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു, ആ സൈറ്റിൽ എന്താണ് കാണേണ്ടത്. ഇപ്പോൾ ഒരു സൈറ്റിൽ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ആ സൈറ്റിൽ ആഡായിട്ട് വരാം. നമുക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലാതെ അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കയറണമെന്ന് തോന്നുവാണെങ്കിലേ നമ്മൾ കയറുള്ളൂ അല്ലേ, ഇല്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ സൈബർ സ്പേസിൽ ഓരോ വ്യക്തിക്കും ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് എന്താണ് കാണേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. It is optional and it's much easier to bypass a place on the net than it is to avoid walking past an unsavory block of stores on the way to put your home. Cyberspace-ൽ ഒരു പ്ലേസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങി വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണെങ്കിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേസമയം നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലൊരു സ്റ്റോർ കാണുന്നു, നമുക്കൊട്ടും ഇഷ്ടമല്ല. അപ്പം നമ്മൾക്ക് അവോയ്ഡ് ചെയ്ത് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും അവിടെ കയറാതെ പോകാനേ പറ്റുള്ളൂ, ആൾക്കാരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട്. അതേസമയം സൈബർ സ്പേസിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ഒബ്സീൻ കണ്ടൻ്റ് ആണ്, മോശപ്പെട്ടൊരു കണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ആകാംക്ഷ, എന്നാൽ ഒന്ന് കയറി കണ്ടേക്കാം. അങ്ങനെ കയറി കണ്ടതുകൊണ്ട് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല അല്ലേ. അതാണ് സൈബർ സ്പേസിൻ്റെ പ്രത്യേകത. നമ്മൾ കയറിയെന്ന് ആരും അറിയുകയില്ല, നമ്മളെ ആരും ഒന്നും പറയുകയില്ല. സോ എത്രത്തോളം നിയന്ത്രിക്കാൻ നോക്കുന്നുവോ അത്രത്തോളം നമ്മൾക്ക് അതിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കൂടുമെന്നാണ് റൈറ്റർ പറയുന്നത്. Put plainly, cyberspace is a voluntary destination. In reality, many destinations. So, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഇൻ റിയാലിറ്റി മെനി ഡെസ്റ്റിനേഷൻസ്. നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് വരും, പക്ഷേ അത് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് യൂട്യൂബിൽ കയറുന്നു. നമ്മൾ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ എന്തായാലും കേൾക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ പ്ലേലിസ്റ്റുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഹോം പേജിലൂടെ പോകുമ്പോൾ നമ്മൾ വേറൊരു വീഡിയോ കാണുന്നു, നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ അതിൽ കയറും. അതിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷന് വേണ്ടി നമ്മൾ വരുന്നു, ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലുന്നു. അതാണ് സൈബർ സ്പേസ്. You don't just get onto the net, you have to go some place in particular. That means that people can choose where to go and what to see. സൈബർ സ്പേസിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളിപ്പോൾ ഒരു സംഭവം ചൂസ് ചെയ്യുന്നു, പക്ഷേ ആ ചൂസ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണ്? നിങ്ങൾക്ക് തന്നെയാണ്. എന്ത് കാണണം, എവിടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതേസമയം ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ബുക്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ന്യൂസ് പേപ്പറിനേക്കാളും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം വായിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ആ ഒരു പേപ്പർ മാത്രം നോക്കാനേ പറ്റുള്ളൂ. അതേസമയം സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് അടുത്ത വെബ്സൈറ്റിലേക്ക് വളരെ ഈസിലി സെക്കൻഡുകൾ കൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് കാണണം, എങ്ങനെ കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, എവിടെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ആ സ്വാതന്ത്ര്യം മുഴുവൻ നിങ്ങൾക്കാണ്. യെസ്, community standards should be enforced, but those standards should be set by cyberspace communities themselves. What we need is not control from outside over these electronic communities. We need self-rule. So, കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈവൻ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് റൂള് കൊണ്ടുവരേണ്ടതും ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത് ആ ഒരു കാണുന്ന സംഭവം മോശമാണ്, അത് കാണാൻ പാടില്ല, അങ്ങനെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സെൽഫ് റൂളാണ് ഇവിടെ ആവശ്യം. സോ വാട്ട് വി നീഡ് ഇസ് നോട്ട് കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് ആവശ്യം പുറത്തു നിന്നുള്ള കൺട്രോൾ അല്ല, പക്ഷേ ഉള്ളിൽ നിന്നുള്ള, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെയുള്ള കൺട്രോളാണ് ഇവിടെ ആവശ്യം. What makes cyberspace so alluring is precisely the way in which it's different from shopping malls, television, highways, and other terrestrial jurisdiction. But let's define the territory. So, what makes cyberspaces so alluring? Alluring means interesting or attracting. ആ ഒരു മീനിങ്ങാണ്, ആകർഷിക്കുക എന്നുള്ള മീനിങ്. എന്താണ് സൈബർ സ്പേസ് ആൾക്കാരെ ഇത്രയും ആകർഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഷോപ്പിംഗ് മാളിൽ നിന്നോ അല്ലെങ്കിൽ ടെലിവിഷനിൽ നിന്നോ ഹൈവേയിൽ നിന്നോ ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ,
അതർ ടെറസ്ട്രിയൽ ജൂറിസ്ഡിക്ഷൻ മീൻസ് ടെറസ്ട്രിയൽ മീൻസ് എർത്തിലി, മറ്റ് ഭൂമിയിലുള്ള മറ്റ് സൗകര്യങ്ങളെക്കാളും അല്ലെങ്കിൽ മറ്റ് അധികാരങ്ങളെക്കാളും വളരെ വ്യത്യസ്തമാണ് സൈബർ സ്പേസ്. ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മൾ കയറുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ടി വി നമ്മൾ കാണുമ്പോൾ ആ ടി വിയിൽ കാണിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കത് സ്കിപ്പ് ചെയ്ത് വേറെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചാനൽ മാറ്റാം, അതൊക്കെ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്താണ്, നമ്മൾക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചാനൽ മാറ്റിയാലും കിട്ടിയെന്ന് വരില്ല. അതേസമയം സൈബർ സ്പേസിൻ്റെ കേസിൽ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വളരെ വളരെ വ്യത്യസ്തമായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് ലെറ്റ്സ് ഡിഫൈൻ ദ ടെറിട്ടറി. അപ്പം ഓരോന്നിൻ്റെയും ആ ഒരു ടെറിട്ടറി, ആ ഒരു അതിരെന്താണെന്നുള്ളത് നോക്കാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ദെയർ ആർ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ് അക്കിൻ ടു ദ കോൺവെർസേഷൻസ് യു ഹാവ് ഓവർ ദ ടെലിഫോൺ ഓർ വോയിസ് മെയിൽ. ദീസ് ആർ പ്രൈവറ്റ് ആൻഡ് കൺസെൻഷ്വൽ ആൻഡ് റിക്വയർ നോ റെഗുലേഷൻ അറ്റ്. ഫസ്റ്റ്, ഇമെയിൽ കോൺവെർസേഷൻസ് നോക്കാം. നമുക്കൊരു ലെറ്ററിലൂടെ ഒരാളോട് കോൺവെർസേഷൻ നടത്താം, അതല്ലെങ്കിൽ ഫോണിലൂടെയോ വോയിസ് മെയിലിലൂടെയോ ഒക്കെ കോൺവെർസേഷൻ നടത്താം, അല്ലേ? പക്ഷേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അവിടെ റിവീൽ ചെയ്യപ്പെടും. നിങ്ങൾ ഫോണിലൂടെ വാട്സാപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജോ അതല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ അയക്കാം. പക്ഷേ അത് ആരാണ് അയക്കുന്നതെന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവും. അതേസമയം പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ് ആകുമ്പോൾ ഇപ്പോൾ ചാറ്റ് റൂംസിലും ഒക്കെ ഇങ്ങനെ ആൾക്കാർ കോൺവെർസേഷൻസ് നടത്താറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇമെയിൽ നിങ്ങളുടെ ഫുൾ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ഒന്നല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് അവിടെ ശരിക്കും പ്രൈവറ്റ് കൺസെൻഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻസും നടക്കുന്നുണ്ട്, പക്ഷേ റെഗുലേഷൻസേ ഇല്ല, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. അതുകൊണ്ടാണ് പലരും മോശമായിട്ട് ചാറ്റ് റൂമിലൊക്കെ കയറി സംസാരിക്കാറുണ്ട്. പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റി അവർ ഫേക്ക് നെയിംസ് കൊടുത്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആരോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാവില്ല. വളരെ കോമഡി ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു അച്ഛനും മകളും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു, ആ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ. അപ്പോൾ അവിടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കോൺവെർസേഷൻസ് ഹൈലി പ്രൈവറ്റ് ആണ്. Second, there are informations and entertainment services where people can download anything from legal text and list of great restaurants to game software or interesting presentations like that. Okay, രണ്ടാമതായിട്ട് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, എൻ്റർടൈൻമെൻറ്റ് സർവീസസ് അവൈലബിൾ ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ അത് മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് എഴുതാൻ തരുമ്പോൾ നമ്മൾ തന്നെ എന്താ ചെയ്യുക, ഗൂഗിളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നോക്കി നമ്മൾ തന്നെ എഴുതുകയാണ്. പല സൈറ്റിൽ നിന്ന് എടുത്തൊന്ന് കമ്പൈൻ ചെയ്ത് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതുകയാണ് പതിവ്, അല്ലേ? അപ്പം അതേപോലുള്ള കുറേ സൗകര്യങ്ങൾ നമുക്ക് സൈബർ സ്പേസിൽ അവൈലബിൾ ആണ്. These places are like bookstores, malls and movie houses, places where you go to buy something. So ഈ പ്ലേസസ് എന്ന് പറയുന്നത് ബുക്ക് സ്റ്റോൾസ് പോലെയോ മോൾസ് പോലെയോ മൂവി ഹൗസ് പോലെയോ ഒക്കെയാണ്. നിങ്ങൾ പോകുന്നു, ഒരു സർവീസ് നിങ്ങൾ വാങ്ങുന്നു. വെദർ ഇപ്പോൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്, അല്ലേ? ഒരു ബുക്ക് സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കുന്നത് ക്യാഷ് കൊടുത്തിട്ടാണ്. മറ്റൊരു കേസ് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു എക്സിബിഷന് പോകുന്നു, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ആ എക്സിബിഷൻ ഹാളിലേക്ക് കയറുന്നത്, അല്ലേ? അതേസമയം ബുക്ക് ഹൗസസിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബുക്ക് ഹൗസിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് വാങ്ങാൻ നേരം ക്യാഷ് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് സൈബർ സ്പേസിലെ ചില കാര്യങ്ങളും. ദ കസ്റ്റമർ നീഡ്സ് ടു റിക്വസ്റ്റ് എൻ ഐറ്റം ഓർ സൈൻ അപ്പ് ഫോർ എ സബ്സ്ക്രിപ്ഷൻ. അതായത് കസ്റ്റമറിന് ഒരു ഐറ്റം വേണമെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യണം? ഒന്നുകിൽ റിക്വസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. സം ഓഫ് ദീസ് സർവീസസ് ആർ ഫ്രീ. ചില സർവീസുകൾ ഫ്രീ ആയിരിക്കും. അതേഴ്സ് ചാർജ് മേ ബിൽ ദെയർ കസ്റ്റമേഴ്സ് ഡയറക്ട്ലി. മറ്റ് ചിലതിന് ചാർജ് കൊടുക്കേണ്ടി വരും. ആൻഡ് ഈ ചാർജ് എങ്ങനെയാണ് അവർ ഈടാക്കുന്നത്? ഡയറക്റ്റ്ലി ആണ്, അല്ലേ? അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ബൈ അക്കൗണ്ടാണ് ഇവർ ആ ഒരു ചാർജ് ഈടാക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സ്പാർക്ക് നോട്ട്സോ ഈ നോട്ട്സോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കാണും. നല്ല അത്യാവശ്യം സ്റ്റഫുള്ള മെറ്റീരിയലും ആയിരിക്കും. നമ്മളത് എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു 4-5 ലൈനോളം അത് വിസിബിൾ ആയിരിക്കും. പിന്നീട് അവർ പറയും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. ചിലത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും, ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നോട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് സെൻഡ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും ഇത്രയും രൂപ കൊടുത്ത്
കൊടുത്ത് 1 month നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 month നിങ്ങൾക്ക് ഫുൾ യൂസ് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയും. അതുപോലെയാണ് സൈബർ സ്പേസിലെ പല കാര്യങ്ങളും. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ സേവനം കിട്ടുന്നത്, ഓക്കെ, ആ സർവീസ് കിട്ടുന്നത് എങ്ങനെയാണോ അത് നമ്മൾ ചിലപ്പോൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ അല്ലാതെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് സൈബർ സ്പേസിലും. അതുപോലെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സൈബർ സ്പേസിൻ്റെ കേസിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അതേസമയം ഒരു ഷോപ്പിൽ നിന്ന് ബുക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഷോപ്പിൽ പോകണം, ട്രാവൽ എക്സ്പെൻസ് ആവും, നടന്നിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ വരെ ചെല്ലണം. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മുടെ ഒരു മുറിക്കുള്ളിൽ സേവനങ്ങൾ ലഭ്യമാകുന്നു. തേർഡ്, there are real communities, group of people who communicate among themselves. അപ്പം ഇതുപോലെ തന്നെ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നുണ്ടാക്കുന്ന ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇൻ റിയൽ എസ്റ്റേറ്റ് ടേംസ് ദേ ആർ ലൈക്ക് ഷോപ്സ് ഓർ റെസ്റ്റോറൻറ്റ്സ് ഓർ പ്ലേ ഗ്രൗണ്ട്സ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിലെ പോലെ തന്നെ ഷോപ്പും റെസ്റ്റോറൻറ്റും പ്ലേ ഗ്രൗണ്ടിലും ഒക്കെ കിട്ടുന്നത് പോലെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റീസിലും കിട്ടും. Each active participant contributes to a general conversation, generally through posted message. ഓരോ പാർട്ടിസിപ്പൻറ്റും എങ്ങനെയാണ് കോൺവെർസേഷൻ നടത്തുന്നത്? മെസ്സേജിലൂടെയാണ്. എക്സാമ്പിൾ പറയാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് എടുക്കാം, ഫേസ്ബുക്ക് ഗ്രൂപ്പ് എടുക്കാം. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്ലാൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വെക്കാം. പ്ലാൻസിൻ്റെ ഗ്രൂപ്പിൽ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും. അവർക്ക് അവരുടെ പ്രോഡക്റ്റ്സ് വിൽക്കാം, അല്ലെങ്കിൽ അവർ ആവശ്യങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരേ വേവ് ലെങ്ത് ഉള്ളവരായിരിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ, ഇപ്പോൾ നിങ്ങൾ 10th വരെ പഠിച്ച സ്കൂളിലെ കുട്ടികളുടെ എല്ലാം കൂടി വാട്സാപ്പ് ഗ്രൂപ്പ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തമാശകൾ പങ്കിടാം, നിങ്ങളുടെ ആശയങ്ങൾ പറയാം. ഒക്കെ എങ്ങനെയാണ്? ഒന്നുകിൽ വോയിസ് ക്ലിപ്പായിട്ട് അല്ലെങ്കിൽ മെസ്സേജസിലൂടെ ആയിരിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. അതർ പാർട്ടിസിപ്പൻസ് may simply listen or watch. Some are supervised by a moderator, other are more like bulletin boards. അപ്പോൾ നമ്മുടെ ഈ കോൺവെർസേഷൻസ് എന്ത് ചെയ്യും? may simply listen or watch. അപ്പോൾ പാർട്ടിസിപ്പൻസിന് ഈ കോൺവെർസേഷൻസ് കാണാനും അത് കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. some are supervised by a moderator, others are more like bulletin boards. anyone is free to post anything. so അപ്പോൾ ചില സൈറ്റ്സൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ ആളുണ്ടാവും, ചിലത് അങ്ങനെയൊന്നുമില്ല. ആർക്കും ഒരു ബുള്ളറ്റിൻ ബോർഡ് പോലെ ആർക്കും ഇഷ്ടമുള്ളത് പോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആർക്കും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. എനിവൺ ഇസ് ഫ്രീ ടു പോസ്റ്റ് എനിത്തിങ്. മെനി ഓഫ് ദീസ് സർവീസസ് സ്റ്റാർട്ടഡ് ഔട്ട് അൺമോഡറേറ്റഡ്. അപ്പോൾ ഈ വക എല്ലാ സർവീസസും സ്റ്റാർട്ട് ചെയ്തത് അൺമോഡറേറ്റഡ് ആയിട്ടാണ്. മോഡറേറ്റഡ് മീൻസ് നിയന്ത്രിക്കുക, അൺമോഡറേറ്റഡ് എന്ന് പറയുമ്പോൾ നിയന്ത്രണം ഇല്ലാതെ തന്നെയാണ്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാതെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇങ്ങനത്തെയുള്ള എല്ലാ ഗ്രൂപ്പ്സും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആർ നൗ ഇമ്പോസിങ് റൂൾസ് ടു കീപ്പ് ഔട്ട് അൺവാണ്ടഡ് അഡ്വർടൈസിങ്. പക്ഷേ ഇപ്പോൾ എന്താണ്, കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എക്സ്ട്രേനിയസ് ഡിസ്കഷൻസ് ഓർ ഇൻക്രീസിംഗ്ലി റൂഡ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് കൂടിയാണ്? ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ ഒഴിവാക്കാൻ. അതുപോലെ എക്സ്ട്രേനിയസ് മീൻസ് പുറത്തുനിന്നുള്ള ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ്, ഓക്കെ, പുറത്തുനിന്നുള്ള ഡിസ്കഷൻസ് ഒഴിവാക്കാൻ. അതുപോലെ തന്നെ ഇൻക്രീസിംഗ്ലി റൂഡ് പാർട്ടിസിപ്പൻസ്, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമില്ലാതെ റൂഡായിട്ട് മോശമായിട്ട് പെരുമാറുന്ന പാർട്ടിസിപ്പൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെ പറഞ്ഞു, വാട്സാപ്പ് ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താൽ അഡ്മിനാണത് കുഴപ്പമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആദ്യം വാട്സാപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങി. മനസ്സിലായില്ലേ? അതേ ഒരു കാര്യം ഓർത്താൽ മതി. വിതൗട്ട് എ മോഡറേറ്റർ ദ ഡെസിബൽ ലെവൽ ഓഫൺ ഗെറ്റ്സ് ടു ഹൈ. അപ്പോൾ ഒരു മോഡറേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഡെസിബൽ ലെവൽ കൂടും. അതായത് ആൾക്കാർ ആ മെസ്സേജ് അയക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു തീവ്രത കൂടും. അവർക്ക് ഇഷ്ടമുള്ളത് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിൽ അവസാനിക്കും. അതുകൊണ്ട് തന്നെ പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഇതിന് വന്നു തുടങ്ങി. What's unique about cyberspace is that it liberates us from the tyranny of power structures where everyone lives by the rule of the majority. So സൈബർ സ്ട്രക്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ അതിനെ യുണീക്കാക്കി മാറ്റുന്നത്, അതിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ സ്ട്രക്ചറിൽ നിന്ന് അത്
ഒത്തിരി ദൂരെയാണ്. ഫോർ എക്സാമ്പിൾ പവർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ പറയാനുള്ള അധികാരമുള്ളൂ, താഴേക്കിടയിലുള്ള ആൾക്ക് മൈനോറിറ്റീസിന് സംസാരിക്കാനുള്ള അധികാരമില്ല, അങ്ങനത്തെ ഒരു രീതി. അതിൽ നിന്ന് വ്യത്യസ്തമാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സൊസൈറ്റിയിൽ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ സംസാരിക്കില്ല. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ അവർ വലിയ ആളാണ്, നമ്മൾ അവരുടെ അടുത്ത് എന്ത് സംസാരിക്കാനാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ സൈബർ സ്പേസിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. മെജോറിറ്റി മൈനോറിറ്റി അങ്ങനൊരു ഡിഫറൻസേ അവിടെ ഇല്ല. In a democracy, minority groups and minority preferences tend to get squeezed out, whether they are minority of race and culture or minorities of individual taste. അപ്പോൾ ഡെമോക്രസിയുടെ കേസിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കേസിൽ മൈനോറിറ്റീസിൻ്റെ ആവശ്യങ്ങൾ, അതായത് കുറച്ച് മാത്രം, മൈനോറിറ്റി മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മെജോറിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ, മൈനോറിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ അല്ലേ. അത് പല രീതിയിലും നമുക്ക് പറയാം. ഇപ്പോൾ ജാതിയുടെ കേസിൽ പറയാം, അതല്ലെങ്കിൽ ക്യാഷിൻ്റെ കേസിൽ പറയാം, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന കളറിൻ്റെ കേസിൽ, റേസിൻ്റെ കേസിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് കൂടുതൽ ആൾക്കാരും കുറവ് ആൾക്കാരും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആൻഡ് മൈനോറിറ്റി പ്രിഫറൻസസിന് അവർക്കൊരു പ്രാധാന്യമില്ല. ദേ ആർ സ്ക്വീസ്ഡ് ഔട്ട്. അവർക്ക് എങ്ങും സംസാരിക്കാനുള്ളൊരു വോയിസേ സൊസൈറ്റിയിലില്ല. പക്ഷേ സൈബർ സ്പേസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ജനാധിപത്യത്തിൻ്റെ കേസിൽ ഇപ്പോൾ വോട്ടിങ് തന്നെ നോക്കാം. മെജോറിറ്റി ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ആളല്ലേ വിജയിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മെജോറിറ്റി ആൾക്കാരും സെലക്ട് ചെയ്യുന്ന മോശം ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു മിനിറ്റിൻ്റെ ആ ഒരു മിനിറ്റ് നമ്മൾ ആ മനുഷ്യനെ മനസ്സിലാലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാവമാണ് എന്ന് പറഞ്ഞ് മെജോറിറ്റി വോട്ട് ചെയ്യുന്നതാവാം. മൈനോറിറ്റി അവിടെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നു, പക്ഷേ മൈനോറിറ്റീസിൻ്റെ ജഡ്ജ്മെൻറ്റിന് അവിടെ വിലയില്ല. നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ മൈനോറിറ്റീസിൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ സൈബർ സ്പേസിൻ്റെ കേസിൽ അങ്ങനെയല്ല. സൈബർ സ്പേസിൽ അങ്ങനെ മൈനോറിറ്റി മെജോറിറ്റി വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ പ്രിഫറൻസ് തന്നെയാണ് സൈബർ സ്പേസിൽ കിട്ടുന്നത്. Cyberspace allows communities of any size and kind to flourish. In cyberspace, communities are chosen by the users, not forced on them by accidents of geography. അതുപോലെ തന്നെ ഏത് സ്ഥലത്തുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏതൊരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള വ്യക്തിയാണ്, അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും, റേസ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യത്തിലും സൈബർ സ്പേസിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും സൈബർ സ്പേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. This freedom gives the rules in cyberspace a moral authority and that rules in terrestrial environments don't have. അതായത് ടെറസ്ട്രിയൽ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു earthly. അപ്പോൾ ഈ ഭൂമിയിലുള്ള പല സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ പല സംഭവങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സൈബർ സ്പേസിനുള്ളത്. അത് ഇത് തന്നെയാണ്. മൈനോറിറ്റീസിന് ഇമ്പോർട്ടൻസ്, മൈനോറിറ്റീസിനും മെജോറിറ്റീസിനും ആർക്കായാലും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. അല്ലാതെ മെജോറിറ്റി ഒപ്പീനിയൻ മാത്രം കേൾക്കുന്ന ഒരു ഇടമല്ല സൈബർ സ്പേസ്. അതാണ് പറയുന്നത്. അപ്പോൾ ഫ്രീഡം കിട്ടുന്നുണ്ട്, മാക്സിമം ഫ്രീഡം കിട്ടുന്നുണ്ട് വിതൗട്ട് എനി ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റ് ഓർ വിതൗട്ട് എനി റെസ്ട്രിക്ഷൻസ് ഓഫ് ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റ്. Most people are stuck in the country of their birth, but if you don't like the rules of a cyberspace community, you can just sign off. Love it or leave it. That is the motto. Okay, love it or leave it. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊവിൻസിൽ ജീവിക്കുന്നു, ഒരു പ്രവിശ്യയിൽ ജീവിക്കുന്നു, അതല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു. അപ്പോൾ ആ സൊസൈറ്റിയിൽ ചില റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടുത്തെ റൂൾസ് ഇഷ്ടമല്ല, ഞങ്ങൾ ഫോളോ ചെയ്യില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ട്രാഫിക് റൂൾസ് ആയാൽ പോലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ സൊസൈറ്റിയിലായാലും കുറേ റൂൾസ് ഉണ്ട്, അത് നമ്മൾ പാലിക്കണം. എന്നാൽ സൈബർ സ്പേസിൽ അങ്ങനെയൊന്നുമില്ല. സൈബർ സ്പേസിൽ ഇൻ കേസ് ഒരു റൂൾ വന്നു എന്ന് വെക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ഓഫ് ചെയ്യാം. അതായത് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കയറി, ആ ഗ്രൂപ്പിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേസമയം നോർമൽ സൊസൈറ്റിയിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ആ സൊസൈറ്റിയിൽ കടിച്ചു പിടിച്ച് ജീവിച്ചേ പറ്റുള്ളൂ. അതാണ് സൈബർ സ്പേസിൻ്റെ മറ്റൊരു പ്രത്യേകത, ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ നിൽക്കാം, അതല്ല ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ഓക്കെ, ദാറ്റ് ഈസ് ദ മോട്ടോ ഓഫ് സൈബർ സ്പേസ്, ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. What likely to happen in cyberspace is the formation of newly communities. ഇനി ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഇനി റൈറ്റർ പറയുന്നത് ഇനി സൈബർ സ്പേസിൽ ഉണ്ടാവാൻ പോകുന്ന എന്താണ്,
ന്യൂലി ഫോംഡ് കമ്മ്യൂണിറ്റീസ് ആണ്. അതായത് ന്യൂ കമ്മ്യൂണിറ്റീസ് ആണ് ഇനി സൈബർ സ്പേസിൽ വരാൻ പോകുന്നത്. പുതിയ പുതിയ ഗ്രൂപ്പുകളാണ് ഇനി സൈബർ സ്പേസിൽ വരാൻ പോകുന്നത്. ഫ്രീ ഓഫ് ദ കൺസ്ട്രെയിൻസ് ദാറ്റ് കോസ് കോൺഫ്ലിക്റ്റ് ഓൺ എർത്ത്. അതായത് എന്താണ്, ഈ ഭൂമിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള കൺസ്ട്രെയിൻസും ഇല്ലാതെ, തടസ്സങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന പുതിയ പുതിയ ഗ്രൂപ്പുകളാണ് ഇനി സൈബർ സ്പേസിൽ ഉണ്ടാവാൻ പോകുന്ന അടുത്ത വിപ്ലവം അല്ലെങ്കിൽ പുതിയ കാര്യം എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എ ഗ്ലോബൽ വില്ലേജ് വി വിൽ ഹാവ് ഇൻവെൻറ്റഡ് അവർ ഓൺ വേൾഡ് ഓഫ് സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് കേറ്റർ ടു their own members' inclinations without interfering with anyone else. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ലോകം ഒരു കുടക്കീഴിലാണെന്ന്. അതായത് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും ഒരേ കുടയുടെ കീഴിലാണ് എന്നതാണ് കോൺസെപ്റ്റ്. അതല്ല ഇനി വരാൻ പോകുന്നത്. വി വിൽ ഹാവ് ഇൻവെൻറ്റഡ് അനദർ വേൾഡ് ഓഫ് സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റീസ്. അതായത് നമ്മൾ സ്വയം പര്യാപ്തമായ അല്ലെങ്കിൽ എല്ലാം ഉള്ള കമ്മ്യൂണിറ്റീസാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദറ്റ് കേറ്റർ ടു their own members' inclinations. അപ്പോൾ ഈ ലോകമേ ഒരൊറ്റ കുടക്കീഴിലുള്ളതാണ് എന്ന് പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, അല്ലെ വ്യത്യസ്ത താല്പര്യങ്ങളാണ്. അപ്പോൾ സൈബർ സ്പേസിൽ ഇനി വരാൻ പോകുന്നത് ഇങ്ങനെ ഒരേ താല്പര്യമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ തന്നെയാണ്. അതായത് സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്. ദറ്റ് കേറ്റർ മീൻസ് സാറ്റിസ്ഫൈ എന്നുള്ള മീനിങ് ആണ്. ദറ്റ് കേറ്റർ ടു their own members' inclinations. അപ്പോൾ ഓരോ മെമ്പേഴ്സിൻ്റെയും ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫെയർ ചെയ്യാതെ ഓരോ വ്യക്തിക്കും പ്രാധാന്യം നൽകുന്ന ഗ്രൂപ്പുകളാണ് ഇനി വരാൻ പോകുന്നത്. വി വിൽ ബി ഏബിൾ ടു ടെസ്റ്റ് ആൻഡ് ഇവോൾവ് റൂൾസ് ഗവേണിംഗ് what need to be governed: intellectual property, content and access control, rules about privacy and free speech. പക്ഷേ ഇവിടെ എന്ത് വേണം എന്നാണ് പറയുന്നത്? വി വിൽ ബി ഏബിൾ ടു ടെസ്റ്റ് ആൻഡ് ഇവോൾവ് റൂൾസ്. പക്ഷേ ഇവിടെ കുറച്ച് റൂൾസൊക്കെ ആവശ്യമാണ്. ലൈക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കണ്ടൻറ്റ് ആൻഡ് ആക്സസ് കൺട്രോൾ. അതായത് ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്രോപ്പർട്ടി റൈറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വീടും നമ്മുടെ പരിസരവും അല്ലെങ്കിൽ നമ്മളുടെ വീടിനോട് സറൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബൗണ്ടറിക്കുള്ളിലുള്ള സ്ഥലം ആരുടെയാണ്? നമ്മളുടെ തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ് പോലെ സൈബർ സ്പേസിലും ഒരു റൈറ്റ് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടൻറ്റ് ആൻഡ് ആക്സസ് കൺട്രോൾ. അതായത് നമ്മുടെ കണ്ടൻറ്റ് നമ്മൾക്ക് മാത്രം. ഇപ്പോൾ നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്താൽ മറ്റൊരാൾ അതെടുക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ സ്വന്തം കാര്യമാണ്, അല്ലേ? നമ്മൾ പോസ്റ്റ് ചെയ്യുന്നൊരു കണ്ടൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു കഥയാവാം, അത് നമ്മുടെ സൃഷ്ടിയാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്, അത് മറ്റൊരാൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റൈറ്റ്സ് വേണം. അതുപോലെ റൂൾസ് അബൌട്ട് പ്രൈവസി, മറ്റൊരാളുടെ പ്രൈവസിയിൽ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ കുറച്ച് റൂൾസ്. ആൻഡ് ഫ്രീ സ്പീച്ച്, ആർക്കും സംസാരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇൻ്റർഫെയർ ചെയ്തുകൊണ്ടുള്ള സംസാരം പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൂൾസ് ഇവിടെയും ആവശ്യമാണ്. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ്സ് ടു ഗ്രോ അപ്പ്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ സൊസൈറ്റിക്ക് വളരേണ്ടതായിട്ടുണ്ട്. ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് ആൻസേഴ്സ് ആൻഡ് നോ ഓൾ പർപ്പസ് സൊല്യൂഷൻസ്. സോ ഗ്രോയിങ് അപ്പ് മീൻസ്, അതായത് ആ വളരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക. ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് ആൻസേഴ്സ്, അതായത് ഒന്നിനും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരമില്ല. ആൻഡ് നോ ഓൾ പർപ്പസ് സൊല്യൂഷൻസ്, അതുപോലെ തന്നെ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പരിഹാരവും ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്. ആ ഇംപെർഫെക്റ്റ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഈ ലോകത്തെ മനോഹരമാക്കി മാറ്റുന്നത്. അപ്പം നമ്മുടെ ഇഫ് എന്നുള്ള പോയത്തിൽ പറയുന്നില്ലേ, പെർഫെക്റ്റ് ആവുക, പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് മീൻസ് എല്ലാ കാര്യവും തികഞ്ഞൊരു മനുഷ്യനെന്നല്ല, തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതാണ് മനുഷ്യനൊരു ഭംഗി കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സൊസൈറ്റിയുടെ കാര്യമെന്നാണ് പറയുന്നത്. We have not created a perfect society on earth and we won't have one in cyberspace either. അപ്പോൾ ഈ ലോകത്ത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പെർഫെക്റ്റ് സൊസൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ സൈബർ സ്പേസിലും അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് സൊസൈറ്റി ആവും എന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. സോ എല്ലാ ഇൻഡിവിജ്വൽസും ഒരുപോലെയല്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും ഒന്നും ഒരുപോലെ ആയിരിക്കത്തില്ല. സോ ആ ഡിഫറൻസ് നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റീസ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വെദർ ഇറ്റ് ഈസ് ഇൻ എർത്ത് ഓർ ഇൻ സൈബർ സ്പേസ്. അപ്പോൾ സൈബർ സ്പേസിലായാലും ഈ ഭൂമിയിലായാലും നമുക്ക് നമ്മളുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്, നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം അതൊക്കെ കണ്ടറിഞ്ഞ് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പോൾ സ്വയം ഒരു റൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സെൽഫ് റൂൾ. അതാണ് റൈറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ സൈബർ സ്പേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.